വെൽക്കം ബാക്ക് ടു ശാന്തനു ഇൻ വണ്ടർലാൻഡ്. ഇന്ന് ഒരു ബാക്ക് ടു സ്കൂൾ വ്ളോഗാണ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം കണ്ണൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ ഇതുവരെ കണ്ണൻ കിൻഡർ ഗാർഡനിലാണ് പോയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ LKG UKG അങ്ങനെ കമ്പൽസറി ആയിട്ടൊന്നുമില്ല. 6 വയസ്സിൽ 1ാം ക്ലാസ് ചേരും. അതിന് മുന്നേ ഒരു വർഷമെങ്കിലും മിനിമം കിൻഡർ ഗാർഡനിലൊക്കെ പോയി ആ ഒരു ബേസിക് ഡിസിപ്ലിനും മാനേഴ്സും ഒരു ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യേണ്ട രീതിയൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം എന്ന് മാത്രം. കിൻഡർ ഗാർഡനിൽ അങ്ങനെ ഒരുപാട് എഴുതാനും വായിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കുറച്ച് കളിയിലൂടെയുള്ള പഠിത്തങ്ങളായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു ഷോപ്പിങ്ങും, പിന്നെ സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ് ശാന്തനുവിന് കിട്ടിയിട്ടുള്ളത്, പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പം നമുക്ക് ഷോപ്പിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഞാനും ഹസ്ബൻഡും നാട്ടിലാണല്ലോ പഠിച്ചത്. അപ്പോൾ ഇവിടെ സ്കൂളിൽ ചേർത്തിയപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ടീച്ചർ ഒരു ലിസ്റ്റ് അയച്ചപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇങ്ങനെ എക്സൈറ്റഡ് ആയോ, ഈ സാധനങ്ങളൊക്കെയാണോ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകണ്ടേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഈ മോളിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ആദ്യം വാങ്ങിച്ചത് സ്കൂൾ ബാഗാണ്. അത് നമ്മളൊരു സ്പോർട്സ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. കാരണം കിൻഡർ ഗാർഡനിലേക്കൊക്കെ കൊണ്ടുവരുന്ന കുറച്ച് ഫാൻസി ടൈപ്പ് ബാഗ്സ് ആണ്. അപ്പോൾ സ്കൂളിലേക്ക് അത്യാവശ്യം നല്ല കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബാഗ് വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്പോർട്സ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് സ്പോർട്സ് വെയറും കൂടെ കണ്ണന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സ്വെറ്റ് പാൻസും അതേപോലെ വർക്കൗട്ട് ചെയ്യുമ്പോഴും പിന്നെ ഇവിടെ കുറച്ച് ജിം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ജിമ്മിലേക്കുള്ള ഡ്രസ്സും സ്പോർട്സ് വെയറും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. സ്പോർട്ട് വിഷൻ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കണ്ണൻ്റെ ജേഴ്സിയൊക്കെ കിട്ടി. പൊതുവേ കണ്ണൻ്റെ കറക്റ്റ് സൈസിലുള്ള ജേഴ്സി കിട്ടാനൊക്കെ നമ്മൾ കുറച്ച് നല്ലോണം തിരഞ്ഞ് നടക്കാറുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ട സ്ഥിതിക്ക് ഒരു തൊപ്പി കൂടെ വാങ്ങിക്കാമെന്ന് വെച്ചു. കണ്ണൻ ഓൾറെഡി തൊപ്പിയൊക്കെ ഉണ്ട്, എന്നാലും സ്കൂളിലൊക്കെ പോകല്ലേ, അപ്പോൾ പുതിയ തൊപ്പിയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു. അടുത്തതായിട്ട് ഷൂസാണ് വാങ്ങിക്കാനുണ്ടായിരുന്നത്. അത് സ്പോർട്സ് ഷൂയും അതേപോലെ ക്ലാസ്സിനകത്ത് ഉപയോഗിക്കുന്ന ഷൂസും വേണമായിരുന്നു. അപ്പോൾ ടച്ച്മാൻ എന്നാണ് പൊതുവേ നമ്മൾ ഷൂസൊക്കെ വാങ്ങിക്കാറുള്ളത്. അവിടെ ജസ്റ്റ് ബാഗുകൾ കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ ഷൂട്ട് ചെയ്താണ്. ഈ ടൈപ്പ് ഷൂസാണ് ഇവിടെ മഴയത്ത് ഉപയോഗിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസം മുന്നേ കണ്ണൻ ഒരെണ്ണം വാങ്ങിച്ചേ ഉള്ളൂ. ഈ ടൈപ്പ് ഷൂസാണ് ക്ലാസ് റൂമിനകത്ത് ഇവിടെ പിള്ളേർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ കണ്ണന് പറ്റിയ ഒരെണ്ണം നമ്മൾ നോക്കി വാങ്ങിച്ചു. നിങ്ങൾ കിൻഡർ ഗാർഡനിലെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അവിടെ ഷെൽഫിൽ തന്നെ കീപ്പ് ചെയ്യാണ് ചെയ്യുക. പിന്നെ നമ്മൾ ടിഫിൻ ബോക്സ് വാങ്ങിക്കാനാണ് പോയത്. ലഞ്ചൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അവർക്ക് സ്കൂൾ ക്യാൻറ്റീനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. പക്ഷേ വൈകുന്നേരം വരെ വേറെ സ്കൂൾ ക്ലബ്ബും ആക്ടിവിറ്റീസും ഒക്കെ ഇട്ടിരിക്കുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ സ്നാക്സ് നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് സ്റ്റീലിൻ്റെ ഒരു ടിഫിൻ ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. അതിനുശേഷമാണ് ടീച്ചർ അയച്ചിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റുമായിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഇതിന് 100 കടയിൽ കയറേണ്ടി വരുമെന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് ആൽബർട്ട് ഹൈപ്പർ മാർക്കറ്റിൻ്റെ താഴത്തൊരു സെഷനിൽ നിറച്ച് സാധനങ്ങൾ, അതായത് സ്കൂൾ പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടി. പല സാധനങ്ങളും ആ ലിസ്റ്റിൽ പേര് കണ്ടപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് സാധനങ്ങൾ കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടി. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് വൈറ്റ് ബോർഡും മാർക്കറും അതുപോലെ മായ്ക്കാനൊരു തുണിയും കൊടുത്തു വിടണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കതത്ര ക്ലിയർ ആയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ സ്ലേറ്റ് പോലത്തെ ചെറിയ ബോർഡ് കണ്ടപ്പോഴാണ് ഇതാണ് അവർ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു സെറ്റായിട്ടുള്ളത് വാങ്ങിച്ചു. അടുത്തത് ഇതുപോലത്തെ നോട്ട്ബുക്ക് കവറാണ്. നോട്ട്ബുക്ക് സ്കൂളിൽ നിന്ന് തരുന്നതുകൊണ്ട് തന്നെ അവരതിൻ്റെ അളവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിനാവശ്യമായിട്ടുള്ള കവറുകൾ ഇതുപോലെ നമ്മൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പെൻസിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതത്ര കോമൺ ആയിരിക്കില്ല എന്ന്. പക്ഷേ ഇവിടെ ചെറിയ പിള്ളേരുടെ പെൻസിലുകളൊക്കെ അധികം ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഗ്രിപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അത് 3 എണ്ണം ഉള്ളൊരു സെറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സാധാരണ സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഇറേസർ, അതേപോലെ ഷാർപ്നർ, സ്കെയില്, സ്റ്റിക്കായിട്ടുള്ള ഗ്ലൂവും അതേപോലെ ലിക്വിഡ് ഗ്ലൂവും സെപ്പറേറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ റൗണ്ട് ബോട്ടം ആയിട്ടുള്ള സിസേഴ്സും കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയും ടീച്ചർ വിടാതെ ഓരോന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഡിമാൻഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരുവിധം വിചാരിച്ച പോലെ തന്നെയൊക്കെ കിട്ടി. കളർ ചെയ്യുമ്പോഴും അവർ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴും ഡ്രസ്സിൽ ചെളിയും കളറൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏപ്രനും അതുപോലെ ഒരു ഷർട്ടും കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏപ്രൻ മനസ്സിലായി, പക്ഷേ ഷർട്ട് എന്താ കൊടുത്തു വിടേണ്ടത്, പഴയതാറ്റി ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കാണുന്നതാണ്. ഇത് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കും കണ്ണൻ ഇട്ടിട്ടൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏപ്രനും വാങ്ങിച്ചു, അതേപോലെ തന്നെ ഈ ഒരു ഷർട്ടും വാങ്ങിച്ചു. അപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവരുടെ ഡ്രസ്സ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പല കളറിലുള്ള പേപ്പേഴ്സ് വേണം ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്.
അപ്പോൾ പല കളറിലുള്ള പേപ്പർ നമ്മൾ വാങ്ങിക്കുന്നതിലും എളുപ്പമായിട്ട് അവിടെ അങ്ങനെ ബുക്സ് കണ്ടു. അതായത് അതിലിപ്പോൾ ഒരു 10 കളറ് ഡിഫറെൻറ്റ് കളറായിട്ടുള്ള പേജുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിക്ക് ഏത് കളറാണ് ആവശ്യിച്ചാൽ അതിനനുസരിച്ച് പേപ്പർ ആ ബുക്കിൽ നിന്ന് എടുത്താൽ മതിയോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ 2 ബുക്സും കൂടെ വാങ്ങിച്ചു. പിന്നെ വാങ്ങിക്കാനുള്ളത് പേപ്പർ ക്ലോക്സ് ആണ്. അത് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ ക്ലിയർ ആയിട്ടോ. ഇതുപോലെ പേപ്പർ ക്ലോക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കുട്ടികളെ സമയം നോക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അതും കിട്ടി. പിന്നെ കളേഴ്സ് ആയിരുന്നു, അതായത് വാട്ടർ കളറ്, പിന്നെ ഓയിൽ പെയിൻറ്റ്, അതുപോലെ ഇത് വാട്ടർ കളറ് ബ്രഷ് മുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ബോട്ടിലാണ് കേട്ടോ. അതും അവർ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വീട്ടിലുള്ള ഏതെങ്കിലും ബോട്ടിൽ കൊടുത്ത് വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഇങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനത്തെ ബോട്ടിൽസ് കണ്ടപ്പോൾ അത് തന്നെ വാങ്ങിച്ചു. അതുപോലെ 12 കളേഴ്സുള്ള ക്രയോൺ സെറ്റ് വേണം എന്ന് പറഞ്ഞു, അത് വാങ്ങിച്ചു. പിന്നെ പല കളറുള്ള ചോക്സിൻ്റെ പാക്കറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇങ്ങനെ പാക്കറ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലേ ഡൗ എന്നൊക്കെ പറയുമല്ലോ, അതും ഒരു 12 കളറിൻ്റെ ഒരു സെറ്റ് വേണം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് 10 കളറുള്ള ഒരു സെറ്റാണ് അവിടെ അപ്പോൾ കിട്ടിയുള്ളൂ. എന്നാലും നമ്മളത് വാങ്ങിച്ചു. ക്രയോണും വാട്ടർ കളറും ഒക്കെ കണ്ണൻ്റെയിൽ ഉണ്ടെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് കേടായതുകൊണ്ട് തന്നെ പുതിയത് തന്നെ വാങ്ങിച്ചു, കാരണം സ്കൂളിലേക്കല്ലേ. പിന്നെ ഒരു പെൻസിൽ പൗച്ച് വേണമായിരുന്നു, ഒരു പെൻസിൽ കേസ്. അപ്പോൾ അത് ഇവിടുന്ന് ഇതേ കണ്ണൻ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ആ ലെങ്ത്തിലുള്ള ഒരെണ്ണം തന്നെ നോക്കിയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് അവൻ്റെ ബാഗിനും കൂടെ മാച്ച് ആയതാണ് നമ്മൾ വാങ്ങിച്ചത്. ആ നേരത്തെ കാണിച്ചതാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഈ കണ്ണന് കൺഫ്യൂഷൻ മാറാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ക് വേണം എന്ന് പറഞ്ഞു, ബ്ലാക്ക് ഇങ്കും അതേപോലെ പല ഡിഫറെൻറ്റ് കളറിലുള്ള ഇങ്കും വേണം എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ബ്ലാക്ക് ഇങ്ക് മാത്രമാണ് ഇവിടുന്ന് കിട്ടിയുള്ളൂ. ഇനി പല കളറിലുള്ള ഇങ്ക് എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കണം. പിന്നെ മാർക്കർ വേണമെന്ന് ടീച്ചർ പറഞ്ഞത് ആ വൈറ്റ് ബോർഡിൽ എഴുതാനായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി കിട്ടിയെങ്കിൽ എക്സ്ട്രാ ഒരു മാർക്കർ വാങ്ങിച്ചു. പിന്നെ ഇത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി, ബുക്ക് കവർ വേണം. അതായത് കിട്ടുന്ന നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കവറാണിത്. അപ്പോൾ ഈ ബുക്കിൻ്റെ സൈഡൊന്നും ചുളിയൊന്നുമില്ല, ബാഗിലൊക്കെ വെക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. അത് മാത്രമല്ല കണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബുക്ക് വയ്ക്കുക, അപ്പോൾ ബൈൻഡ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. പിന്നെ വെള്ളവും ചളിയൊന്നും ആവില്ല. അപ്പോൾ അതൊരെണ്ണം ചെറുത് നോട്ട്ബുക്കിൻ്റെ സൈസിനും വലുത് ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈസിനും വേണമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടി. കാരണം ഭയങ്കര ഹാപ്പിയായി. കാരണം വിചാരിച്ച ജസ്റ്റ് ഒരു ബാഗോ ബുക്കോ പെൻസിലൊക്കെ വാങ്ങാനാണ് നമ്മൾ വരുന്നതെന്നാണ്. പക്ഷേ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മളല്ലേ കണ്ടിട്ടുള്ളൂ. ഇനിയും സാധനങ്ങൾ കിട്ടാനുണ്ട് കേട്ടോ. നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സും ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് തരിക. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടി, നമ്മളത് ബില്ല് ചെയ്യുകയാണ്. ഇതിൽ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ വെക്കുമ്പോഴാണ് അതിൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യേണ്ട കാര്യം വിട്ടുപോയി. എന്നാലും ഏകദേശം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചതെന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ആൽബർട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഏകദേശമൊക്കെ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും. ഇനി അതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഇതാണ്. സ്റ്റേഷനറി ഷോപ്പിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിങ്ങനെ ഡ്രസ്സിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മൾ കളർ ചെയ്യണം. അപ്പോൾ കളറൊന്നും മേത്താവില്ല. കാരണം വെച്ച് നോക്കിയിട്ട് ഇതാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സാധനം. അത് മുന്നിലേക്ക് നിന്ന് അമ്മ ബാക്കിൽ ഇട്ട് തരാം. അതൊന്ന് ഒന്ന് കാണിക്കാമോ പ്ലീസ്? ഇതാണ് അതെ എൻ്റെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനം. കാരണം എൻ്റെ ഷോപ്പിംഗ് കിറ്റിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നിയത് ഇതാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് അല്ലെങ്കിൽ ഏപ്രൺ എന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ രണ്ടും വാങ്ങിച്ചു. കാരണം നമ്മൾ ആദ്യം ഏപ്രൺ എടുക്കുക, പിന്നെ ഇത് കിട്ടിയപ്പോൾ തോന്നി സാരല്ല ഒരെണ്ണം എക്സ്ട്രാ ഇരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ആയിട്ട് കാണാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയ കാഴ്ചകളൊക്കെ കാണാൻ. ഇവിടെ സെപ്റ്റംബറിലാണ് ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കണ്ണന്തേ തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീടിന് അടുത്തുള്ള സ്കൂൾ തന്നെയാണ് കിട്ടുക കേട്ടോ. ഗവൺമെൻറ് ഏറ്റവും അടുത്തുള്ള സ്കൂളാണ് നമുക്ക് അലോട്ട് ചെയ്ത് തരിക. ആദ്യം തന്നെ സ്കൂൾ യാർഡിൽ ഓപ്പണിംഗ് സെറിമണി ആയിരുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ വർഷം 1ാം ക്ലാസ്സിൽ ചേരുന്ന എല്ലാ കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ചെറിയൊരു സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ കണ്ണൻ്റെ ക്ലാസ്സിലേക്കാണ് പോയത്. പിന്നെ ടീച്ചർ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാരൻസ് കുറച്ച് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോയി. എന്നിട്ട് ഓഫീസിൽ നിന്ന് കണ്ണൻ്റെ ക്ലാസ്സിലേക്ക് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ കുറച്ചൊക്കെ എടുത്തത്. കാരണം അവിടെ ഒന്നും കാര്യമായിട്ട് ആൾക്കാരില്ലായിരുന്നു, കുട്ടികളൊക്കെ തന്നെ ക്ലാസ്സിലായിരുന്നു. മറ്റത് എല്ലാവരും ഉള്ള വീഡിയോസ് ആകുമ്പോൾ എനിക്ക് യൂട്യൂബിലൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരുടെയൊക്കെ പ്രൈവസി നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിശദമായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തു. കണ്ണൻ്റെ ആദ്യത്തെ സ്കൂളായതുകൊണ്ട് മാത്രമല്ല, ചെക്കിലെ ഒരു സ്കൂളിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ നിങ്ങൾക്കും
ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ കണ്ണൻ്റെ ക്ലാസ്സിലേക്ക് ഇതേ നമ്മൾ ഓഫീസിൽ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് 1 അവർ ഒരു ക്ലാസ്സേ ഉള്ളൂ. അത് പാരൻസിന് അവരെന്തൊക്കെയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുട്ടികളായിട്ട് ടീച്ചർ എന്തൊക്കെയോ കുറച്ച് സമയം നമുക്കറിയില്ല, നമ്മൾ ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. കണ്ണൻ്റെ ക്ലാസ് ഇതേ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് കണ്ണനൊക്കെ വന്നു. ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ജസ്റ്റ് അവൻ്റെ ക്ലാസ് മാത്രം ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കണ്ണൻ്റെ ഫസ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങൾ. കണ്ണൻ്റെ സ്കൂളും കണ്ണന് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കണ്ണൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ, സ്കൂളിൽ നിന്ന് ഇതുപോലെ മുഴുവൻ സാധനങ്ങൾ കിട്ടിയിട്ടില്ല, എന്നാൽ ഇന്ന് ഫസ്റ്റ് ഡേ പോയപ്പോൾ ഉള്ള സാധനങ്ങൾ കാണിച്ചു തരാം. 1 2 3. അപ്പോൾ ഫസ്റ്റ് കണ്ണൻ്റെ സ്കൂൾ ഡയറി കിട്ടിയിട്ടുണ്ട്. ഇതിലിങ്ങനെ ടീച്ചേഴ്സ് എന്തെങ്കിലും പ്രധാനപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കും. പിന്നെ ഇവർക്ക് ഒരു ആപ്പാണ്. അപ്പോൾ ആ ആപ്പിലാണ് അവർ ശരിക്കും അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്, ഓരോ കുട്ടികളുടെയും നമുക്ക് കാണാൻ പറ്റും. അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ടോ, എക്സാമിന്റെ ഗ്രേഡ് ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ കാണാൻ പറ്റും. ഇതാണ് കണ്ണന്റെ ബുക്സ്. ഇത് മാത്സ് ബുക്കാണ്. പേരൊക്കെ അവരെന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാത്സ് കാര്യമായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക, പിന്നെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, അങ്ങനത്തെ സൈന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണാനുള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിക്കുന്നുണ്ട്. ചെറിയ സംഭവങ്ങൾ, ഭയങ്കര ഭീകരമായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അത് വലിയൊരു സമാധാനം. പിന്നെ ഇത് ഇംഗ്ലീഷ് ബുക്കാണ്. ഇംഗ്ലീഷിൽ ഇതേ ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് എന്തൊക്കെയൊക്കെയാണ് വേർഡ്സും, ചെറിയ വേർഡ്സും കളേഴ്സ്, അങ്ങനെ കുഞ്ഞി പിള്ളേരുടെ കുഞ്ഞി സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. ഇവരുടെ നല്ല നമ്മൾ സ്കൂളിലത്തെ ബുക്സ് നോക്കാൻ നല്ല കളർഫുൾ അല്ലേ. പിന്നെ അതിൻ്റെ ഒരു മണവും ഭയങ്കര നൊസ്റ്റു വരുന്നു. ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ബുക്ക്. പിന്നെ ഒരു ആർട്ടിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. അതേപോലെ നമ്മൾ കോപ്പി എഴുതുന്ന പോലെ ലെറ്റേഴ്സ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ആ പെൻസിലൊക്കെ പിടിച്ച് റെഡി ആവാൻ വേണ്ടിയിട്ടും അങ്ങനെ ഡോട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ എഴുതുന്നില്ലേ, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഇത് ചെക്ക് ലെറ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഇതാണ്. സബ്ജക്റ്റിൻ്റെ പേര് പറ്റി കറക്റ്റായിട്ടല്ലേ, ചെക്ക് എന്തോ ആണ്. അപ്പോൾ പിന്നെ ഇതും കൂടെ അങ്ങനെ മൊത്തത്തിലൊരു 1 2 3 4 5 ബുക്സ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ വർഷം ഈ 5 എണ്ണമാണ്. ഇതിലാണ് കുറച്ച് ഗംഭീരമായിട്ട് കുറേ എഴുത്തും കുത്തും കുറേ വായിക്കാനൊക്കെ കാണുന്നത് കേട്ടോ. ബാക്കിയൊന്നും വലിയ കുറേ ഉള്ളിൽ കുറേ വായിക്കാനും പിടിക്കാനൊന്നും കാണാറില്ല. അതേതോ മെയിൻ സബ്ജക്റ്റ് ആയിരിക്കും. അതൊക്കെ ഇനി കൂടുതൽ വിശദ വിവരങ്ങൾ ക്ലാസ് തുടങ്ങിയാലൊക്കെയാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ടീച്ചറുമായിട്ട് ഓരോ ദിവസം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് സ്പോൺസേഴ്സ് കൊടുത്ത കുറച്ച് ഗിഫ്റ്റാണ്. അത് എന്തൊക്കെയാണ് പറയുന്നത്? അത് ബാഗ് കാണിച്ചു കൊടുക്കണ്ടേ. എന്താ ഇങ്ങനത്തെ ഒരു കുഞ്ഞി ബാഗ് അമ്മ എടുത്തു തരാൻ വേണമെങ്കിൽ. ക്രയോൺസ് അല്ല, പെൻസിൽ കളർ. ഇനി ഇതെന്താന്ന് തുറന്നു നോക്കണം. ഇത് മിഠായി. ഇതെന്താണാവോ? ഓ, ജെല്ലി മിഠായിയാണ്. അതിനിപ്പോ എല്ലാം കൂടെ കഴിക്കരുതേ, എല്ലാം ജെല്ലി മിഠായിയാണ്. സൂക്ഷിച്ചു വെച്ചോളൂ. അപ്പൊ അതൊക്കെയാണ് കണ്ണന്റെ ബാക്ക് ടു സ്കൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വിശേഷങ്ങൾ അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.